പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്, മലയാളികൾ എങ്ങോട്ടാണ് പോകുന്നത്? പണ്ടൊക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ നോക്കിയിട്ട് നമ്മൾ പറയും അവിടെ എന്താ കോടതിയും പോലീസും ഇല്ലേ, അവിടെ എന്താണ് നാട്ടുകാർ നിയമം നടപ്പാക്കുന്നത് എന്നുള്ള തരത്തിൽ നമ്മൾ എല്ലാവരും പറയുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ട വിചാരണകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാണ് വരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, കോടതി വിട്ട ഒരു മനുഷ്യനെതിരെ, അതായത് ദിലീപ് എന്ന് പറയുന്ന ആ മനുഷ്യനെതിരെ നടക്കുന്ന ആ മനുഷ്യന്റെ സിനിമ ഇന്നലെ ഒരു KSRTC ബസ്സിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഈ ആഭാസിന്റെ സിനിമ എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന്. അതായത് അയാൾ കുറ്റാരോപിതനാണ്, നമ്മളെല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ്, അതിജീവിതയുടെ കൂടെ തന്നെയാണ്. പക്ഷെ അതിജീവിതയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ കാണിക്കുന്ന പ്രഹസനങ്ങളെ അതെന്ന് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അതിജീവിതക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കരയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പല്ലിളിച്ച് സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവർ എവിടെയാണോ കരഞ്ഞത്? ഇവരുടെ ലക്ഷ്യം എന്താണ്? എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊലിയും ഇതിൻ്റെ അകത്തില്ല. ഇന്നലെ ഒരു സ്ത്രീ പറഞ്ഞു, ഈ ആഭാസിന്റെ സിനിമ എന്താണ് ഈ സ്ത്രീ ഉദ്ദേശിക്കുന്നത്? അതായത് കോടതി വെറുതെ വിട്ട ഒരാളെ ആഭാസൻ എന്ന് വിളിക്കാൻ ഈ സ്ത്രീക്ക് ആരാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? എന്റെ അഭിപ്രായത്തിന് ദിലീപ് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ കോടതി തന്നെയാണ് പറയുന്നത് അയാൾക്കെതിരെ തെളിവില്ല, അയാളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന്. പിന്നെ എന്താണ് ഇവിടെ ആൾക്കൂട്ട വിചാരണയാണോ ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ നിയമ സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ദിലീപ് തന്നെയാണ് പ്രതി, അതുകൊണ്ട് അയാളെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയണം. അതിജീവിതക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ അവർക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം. എന്നാൽ എന്താണെന്ന് ഇവരുടെ പുറകിൽ ആരാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം. ഇതുപോലെയുള്ള ഫെമിനിസ്റ്റുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽ സംസ്ഥാനത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് വെറുതെ വിട്ട ആൾക്കാരെ തല്ലിക്കൊന്നു, ജനക്കൂട്ടം കല്ലെറിഞ്ഞു കൊന്നു, ജനക്കൂട്ടം അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മളൊക്കെ അന്ന് പറഞ്ഞാൽ അന്താളിച്ച് നിന്നുപോയിട്ടുമുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജാതിയുടെയും മതത്തിന്റെയും എന്തിനധികം പറയുന്നു, ബീഫ് തിന്നു എന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ തല്ലിക്കൊന്നിട്ടുണ്ട്, ബീഫ് വീട്ടിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെ തല്ലിക്കൊന്നിട്ടുണ്ട്, അവസാനം അയാളുടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുത്ത് ഓരോരാൾ നടപ്പാക്കിയതാണ്. അതുപോലെ തന്നെ ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇനിയിപ്പോഴും വെളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ എന്തെങ്കിലും ചെയ്യാനാണോ എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്? അതും എനിക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞ് അയാൾ നിരപരാധിയാണ് എന്നറിഞ്ഞാൽ എന്താണ് ചെയ്യുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിലും കൂടുതൽ ദിലീപിനെ കുറ്റക്കാരനാക്കണം, ദിലീപിനെ അങ്ങ് അകത്തിടണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ ഇന്നും ഒക്കെ കേട്ട വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയാണോ? ഞാൻ പല സ്ഥലത്തും പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അന്വേഷിച്ച് നോക്കിയപ്പോഴേ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞാൽ അയാൾ തയ്യാറായിരിക്കുമല്ലോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കേസ് CBIക്ക് വിടണം. അങ്ങനെ CBIക്ക് വിട്ടുകഴിഞ്ഞാലും ഇതിന്റെ യഥാർത്ഥ പ്രതികളെ അറിയാം. ഇപ്പോഴും നമുക്ക് ഒരുപാട് സംശയങ്ങളാണ്. എല്ലാവരും കൂടി ചേർന്ന് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനിൽ എത്തിയതാണോ ഈ അന്വേഷണം? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊടും ക്രിമിനലായ ഒരുത്തൻ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേയും നടികളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഒരു ആഭാസനായ ഒരുത്തൻ ഈ ക്രിമിനലിന്റെ വാക്ക് കേട്ടിട്ടാണോ ഇതുപോലെ ചെയ്തത്? അല്ല, ദിലീപ് എന്ന് പറയുന്നയാൾക്ക് തെളിവുണ്ടോ? അയാൾ ഇനി തെളിവ് ഉപയോഗിച്ച്, ഇനി പൈസ ഉപയോഗിച്ച് രക്ഷപ്പെട്ടതാണോ എന്നുള്ള സംശയത്തിന്റെ സംശയങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് സാധാരണക്കാരായ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടത് ആൾക്കൂട്ട വിചാരണയല്ല, നമുക്ക് വേണ്ടത് അതൊന്നുമല്ല. നമുക്ക് നിയമത്തിന്റെ വഴിയെ പോയിട്ട്, അതായത് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് എത്തുക. അല്ലാതെ കുറെ അതിജീവിതക്കാർ പറയുന്നത് പോലെ ദിലീപ് മാത്രമാണ്, അല്ലെങ്കിൽ മറ്റേയാൾ എൻ്റെ ബന്ധുവാണ്, മറ്റേയാൾക്ക് എനിക്ക് ഒരുപാട് സഹായം ചെയ്യുന്നതാണ്, അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ദിലീപ് അല്ല, വേറൊരാളിലേക്കും കൂടി പോകണം എന്ന് പറഞ്ഞപ്പോഴേ ഇവർക്ക് താല്പര്യമില്ല. എന്താ ഇവർക്ക് എന്ന് വെച്ചാൽ അയാൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യനാ, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെയൊക്കെയാണ് ഇവരുടെ വർത്താനം. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതല്ല വേണ്ടത്. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അന്വേഷണങ്ങൾ കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ട വിചാരണ നടക്കുന്ന പോലെ കോടതിയെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ കോടതിക്കെതിരെയാണ് നീങ്ങുന്നത്. അതുപോലെ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിജീവിതക്കൊപ്പം
ഒപ്പം എന്ന് പറഞ്ഞിട്ട് ഇവർ കാണിക്കുന്ന പരിപാടികള് നമ്മുടെ എല്ലാവരുടെയും നിയമ സംവിധാനത്തെ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഈ സ്ത്രീ, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടില് ഇങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിച്ചപ്പോഴേ അവർക്ക് എന്തുകൊണ്ട് അവരിത് നിർത്തണം എന്ന് അവകാശപ്പെട്ടു? അതെങ്ങനെ നിർത്തിക്കൊടുക്കുന്നത്? അതെങ്ങനെയാണ് കണ്ടക്ടർ നിർത്തുന്നത്? ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ഭയന്നുപോയ അയാള്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ KSRTCയുടെ കണ്ടക്ടർ ആയാലും ഡ്രൈവർ ആയാലും ഇവര് ഭയന്നുപോയി. കാരണം നാളെ ഇവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ ജോലി പോകുമോ എന്നുള്ള ഭയമാണ് ഇവർക്കൊക്കെ. ഇവരെ പോലെ ഭയന്ന് ജീവിക്കുകയാണ് ഇവിടെ പലരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവരെന്താണ് ചെയ്യുക, എന്താണ് പ്രവർത്തിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അതിജീവിതയുടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ് തോന്നുന്നത്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് പ്രതികരിച്ചു കഴിഞ്ഞാലും അവരെ കൊണ്ടുപോയിട്ട് ആക്രമിക്കുക എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴേ കുറച്ച് ദിവസം മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവരെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ എന്താ പറയുക നക്സൽ പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അവരുടെ ചരിത്രവും കാര്യങ്ങളൊന്നും അറിയില്ല. അവര് ഭയങ്കര സാമൂഹ്യ പ്രവർത്തകയൊക്കെയാണ്. പക്ഷെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, മഞ്ജു വാര്യരെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുക, അവർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുമായി മുന്നേറുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ നമ്മൾ കണ്ടത്. ഇവിടെ പല മന്ത്രിമാർക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലും ഇപ്പൊ എന്തിനധികം പറഞ്ഞ KSRTC ബസ്സിൽ സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞ ഗണേഷ് കുമാറിനെതിരെ വരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല സിനിമാ താരങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞ ഒരു MLA-ക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വേടൻ എന്ന് പറയുന്ന ഒരുത്തിനെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് വരെ പോയിട്ടുണ്ട്. ആരോപണം മാത്രമല്ല, അവരെക്കൊന്നുമില്ലാത്ത ഒരു കാര്യം എന്താണ് ദിലീപിന് മാത്രം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാടിനെ വേറെ ഏതോ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില ടീമുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ആപത്താണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ആരെയൊക്കെയോ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തവനെ ഇങ്ങനെ ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു സിനിമ വരെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരെന്തോ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ മൊഴി പോലും എടുക്കുന്നതിന് മുമ്പേ അയാൾക്കും അവരെ കൊന്നുകളയുന്നു. പിന്നീട് അതിന് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളും കാര്യങ്ങളും ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ പൾസർ സുനിയും മറ്റവനൊക്കെ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ സൂത്രധാരൻ ആരാണ് മേഡം, ആരാണ് ഇടവം, ഇതൊക്കെ അന്വേഷിക്കുന്നതിന് പകരം ദിലീപ് എന്ന് പറയുന്ന ഒരാളുടെ നേരെ കൊണ്ടുപോയിട്ട് യഥാർത്ഥ പ്രതികൾ, ഇനിയിപ്പോ ദിലീപിന്റെ കൂടെയുള്ള കൂട്ടാളികളുണ്ടോ അല്ലെങ്കിൽ ദിലീപിന്റെ കൂടെ മറ്റുള്ളവന്റെ, ദിലീപ് എപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവനൊന്നും അല്ല. ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൂരനാണ്. പക്ഷെ നമ്മൾ കോടതിയെ വിശ്വസിക്കണം. കോടതിയാണ് നമുക്കെല്ലാം. അല്ലാതെ കോടതി ചെയ്തു അത് ഒരിക്കലും പറയാൻ പാടില്ല. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒന്നും കേസ് വരാത്തത്? സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് കേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇവിടെ ഇപ്പം നിരന്തരമായിട്ട് ജഡ്ജിയെ വിമർശിക്കുന്നു, അതുപോലെ തന്നെ കോടതിയെ വിമർശിക്കുന്നു. ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നു. ഇവിടെയുള്ള കുറെ ഫെമിനിസ്റ്റ് ജഡ്ജിമാർ വിധി പറയുന്നു. ഇവിടെയുള്ള കുറെ മാധ്യമ ജഡ്ജിമാർ വിധി പറയുന്നു. അതുപോലെ തന്നെ ഒളിക്യാമറ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം കൊണ്ടുപോയിട്ട് വെച്ചിരിക്കുന്നത് സുനീന്റെ മുമ്പിൽ. സുനിയോട് എന്നിട്ട് എല്ലാം പറയാൻ പറയുന്നത് എന്നിട്ട് ഒളിക്യാമറയാവുമല്ലോ. ഇവൻ എന്ത് ഇവിടുത്തെ പൊട്ടനാണ്? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നടന്നിട്ടുണ്ട്. അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവരിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ട് ഇവിടെ ഒരു എന്താ വേണ്ട ഒരു പ്രഹസനം, ഒരു ഇത് അതല്ല വേണ്ടത്. കൃത്യമായിട്ട് CBI കൊണ്ടുവരണ, CBI കൊണ്ടുവന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ കിടന്നിട്ട് കുറെ ജാഥ വിളിച്ചുകൊണ്ട് ഇതൊന്നും അല്ല അതിന്റെ പ്രതിവിധി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പുച്ഛമാണ് തോന്നുന്നത്. അല്ല, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയല്ലെങ്കിൽ, അതായത് നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ ദിലീപിന്റെ സിനിമ നിങ്ങൾ ഇതിന്റെ അകത്ത് പ്രദർശിപ്പിക്കാൻ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വരുന്നത് ആ സ്ത്രീയുടെ മാത്രം അഭിപ്രായമാണ്. ലോകത്തുള്ള എല്ലാ സ്ത്രീകളൊന്നും ഇതിന് ചൂട്ട പിടിക്കുന്നൊന്നുമില്ല. അവിടെ ഒരു സിനിമ കണ്ടു എന്ന് വെച്ചിട്ട് നമുക്ക് എന്താ ആകാശം ഇടിഞ്ഞു പോവോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ പലതരത്തിൽ നാളെ ഇപ്പൊ മോഹൻലാലിനെ പറ്റിയിട്ടും സുരേഷ് ഗോപിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കാനെ പറ്റിയിട്ടും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം വരാം. പലതരത്തിലുള്ള ആരോപണം ആർക്ക് വേണമെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് അവിടെ സിനിമ തേച്ചു അവിടെ നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ എവിടുത്തെ ആളാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ സിനിമ കൊണ്ടാണ് ചോറ് നിന്നെന്ന് കുറെ ആൾക്കാർ പറയുന്നത്, എന്നിട്ട് സിനിമക്കെതിരെ നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ എന്താ ഈ ഫെഫ്കയിൽ ഇരിക്കുന്നോന്ന് തന്നെയല്ലേ സിനിമ ദിലീപിനെ വെച്ച് പിടിച്ചത്?
എന്താ ബാലം വക്കീൽ എന്ന് പറഞ്ഞ സിനിമ കുറിച്ചാര ബി ഉണ്ണികൃഷ്ണനല്ലേ? അപ്പൊ എന്താ ദിലീപ് കേസിൽ പ്രതിയല്ലായിരുന്ന? അപ്പൊ അന്നൊന്നും ഇല്ലാതെ ചൊറിച്ചൽ എന്തുകൊണ്ടാണ് ഇന്ന് മാത്രം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഒരാൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതുപോലെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനത്തെ വരെ വെല്ലുവിളിക്കുകയാണോ ഇവര്? പണ്ട് അന്യ സംസ്ഥാനത്ത് ബീഹാറിലും അവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ കട്ടവനെ തല്ലിക്കൊന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയണ്ടത്, ഇത് ചെയ്തവനെ അത് മുറിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഇവരെല്ലാവരും കൂടിയിട്ട് സ്ത്രീകൾ മുഴുവൻ ഇറങ്ങിയിട്ട് ഇനി ഇയാളെ എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാനിങ് ആണോ ഇവരെല്ലാം ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബഹുമാനം എല്ലാവരോടും ഉണ്ട്, അതിജീവിതക്കൊപ്പം തന്നെയാണ് നമ്മൾ എല്ലാവരും. അല്ലാതെ നമ്മളൊന്നും വേറെ എന്താ പറയുക, വേറെ ആരെ കൂടിയൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോടതിയും കേസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെ നമ്മളും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സൂത്രധാരൻ ആരാണ്? അയാളെ പിടിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അയാളെ പിടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന്റെ കുറെ കോൾ റെക്കോർഡുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ദിലീപ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും അയാളെ വെറുതെ വിടുക. പക്ഷേ ഒരു സിനിമ പ്രദർശിപ്പിച്ചു എന്ന് കരുതിയിട്ട് അത് കയറിയിട്ട് അങ്ങ് ഇതാക്കുക, അതിലൊന്നും ഒരു കാര്യമില്ല. നന്ദി, നമസ്കാരം.